നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് രംഗത്ത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടാൻ പോകുന്നത്. വേറെ ആരുമല്ല, സയൻ ഫാക്ടറിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഷുക്കൂർ സാറിനെയാണ് ഇന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. എൻ്റെ പേര് ഷുക്കൂർ. അതായത് ഇത് എവിടെയായിട്ടാണ് ഈ സ്ഥലം? ഇത് നമ്മുടെ എളമക്കര പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും. കലൂര് എളമക്കര പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട്. അത് കമ്പനിയുടെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഫാക്ടറി. ഒരു ഫാക്ടറി തന്നെയാണ്. ഫാക്ടറി തന്നെയാണ്. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 വർഷം ഉണ്ടാവും. ഓക്കെ, 15 വർഷം. ആദ്യം എന്ത് ഫീൽഡിലായിരുന്നു ശരിക്കും? ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കാർന്നോമരായിട്ട് വെജിറ്റബിളിൻ്റെ ബിസിനസ്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് വലിയ ഇൻകം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ഓക്കെ. പിന്നെ അതിൽ നിന്ന് മാറി ലാസ്റ്റ് ഈ ഒരു ഫീൽഡ് കണ്ടുപിടിച്ച് ഇതിനകത്തേക്കായി. ഓക്കെ, ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഏകദേശം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഭയങ്കര സക്സസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം സക്സസ് ആയിട്ട് പോകുന്നു. ഇപ്പം ഇത് മെയിനായിട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ കമ്പനിയിൽ മെയിൻ മാനുഫാക്ചർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ അക്രലിക് ലെറ്റർ, പിന്നെ CNC ഒരുപാട് പരിപാടിയുണ്ട്. ഓക്കെ. കട്ടിങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജാലി കട്ടിങ്. ഓക്കെ. അപ്പം സൈൻ ബോർഡുകൾ സൈൻ ബോർഡുകൾ ലെറ്റേഴ്സ് മേക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. ഓക്കെ ഓക്കെ. സാധാരണ ബോർഡ് പണിക്കാർക്ക് നമ്മൾ ലെറ്റേഴ്സ് ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ബോർഡും എല്ലാ ടൈപ്പ് ബോർഡും നമ്മൾ ചെയ്യുന്നുണ്ട്. സൈൻ ബോർഡ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ സൈൻ ഫാക്ടറി എന്ന് പേരിടാനുള്ള കാരണം എന്താ? സൈൻ ഫാക്ടറി എന്ന് പേരിടാൻ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഒരു ഫാക്ടറി എന്ന് പറയണത്. അപ്പൊ ഇത് സൈൻ എന്നാണ് ഇതിന്റെ മെയിൻ പേര്. ഇത് ഈ സൈൻ ബോർഡിന് സൈൻ എന്നാണല്ലോ മെയിൻ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സൈനും ആ ഫാക്ടറിയോടെ കിടക്കട്ടെ, അപ്പൊ ഒരു സൈൻ ഫാക്ടറി അവിടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടാണ്. ആരെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയുടെ ആദ്യമൊക്കെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല, ഈ ഫീൽഡിനെ കുറിച്ച് എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതൊക്കെ പണ്ടൊക്കെ അവർക്ക് പേടിയാവും. അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് ലോസായി പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. പല ബിസിനസ്സുകളിലും പരാജയപ്പെട്ടു ഇതൊക്കെ ആയിട്ട് വന്നവര് അവർക്ക് അതിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കുറെയൊക്കെ മനസ്സിലാക്കിയാണ്ട് ചിലതൊന്നും കേൾക്കൂല പറയണ്ടേ. പിന്നെ നമ്മ അങ്ങനെ ധൈര്യത്തിന് ഇറങ്ങി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി സംഭവം. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ്. അത് ഇതിനകത്ത് ഈ കമ്പനിയിൽ ഇപ്പം എത്ര സ്റ്റാഫ് ഉണ്ട്? പിന്നെ അങ്ങൊരു 5 സ്റ്റാഫ് ഉണ്ട്. പിന്നെ എൻ്റെ 2 മക്കളും ഇടയ്ക്കൊന്ന് വന്ന് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അവരെയും ശരിക്കും പറഞ്ഞ ഈ ഫീൽഡിലേക്ക് അതെനിക്ക് നമുക്കറിയാവുന്ന നല്ലൊരു ഫീൽഡ് ഇതാണ്. ആ ഫീൽഡിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ മാറ്റിയിട്ട് സൈൻ ബോർഡിലേക്ക് അങ്ങനെ ആക്കി. അപ്പൊ ഞാനൊരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ഡിസൈനേഴ്സ് ഉണ്ടോ? അവിടെ ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ അവിടെ ഡിസൈനറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ പുള്ളി ഡിസൈൻ ചെയ്ത് നമുക്ക് ആ സാധനം നമുക്ക് അല്ലേ റെഡിയാക്കി തരും. ഓക്കെ. അപ്പം അതിന് വേറെ എക്സ്ട്രാ ചാർജ് ആണ്? എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല, അത് ഇൻക്ലൂഡിംഗ് ആണ്. അതായത് അതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇവർക്ക് സ്പെഷ്യൽ ലോഗോ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ചെറിയൊരു ചാർജ് ചെയ്യുള്ളൂ. അതിന് ടൈം എടുക്കേണ്ടി വരും. ലോഗോ ഒക്കെ അവർ പറഞ്ഞ ടൈപ്പ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ മാത്രം. അല്ലാണ്ട് സാധാരണ ഇതൊക്കെ ആണെങ്കിൽ 10 പൈസ പൈസ വേണ്ട, ഫ്രീ കോസ്റ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളിപ്പോ അതിനകത്ത് ലൈറ്റ് ബോർഡ് ഉണ്ടാവുമല്ലോ, ലൈറ്റ് ബോർഡ് അല്ലാത്ത ബോർഡുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ വേരിയേഷൻ വരുമ്പോഴാണോ അല്ലെങ്കിൽ അതിനകത്ത് ലൈറ്റ് അതൊക്കെ എല്ലാ മെയിനും ഉണ്ട്. എല്ലാ മെയിനും ഉണ്ട്. മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇവരുടെ ലൈറ്റിംഗ് ആണ്.
ഓക്കെ. ബാക്കിയെല്ലാം 10 വർഷം 10 വർഷമൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ്. ഇപ്പൊ ACP എന്ന് പറഞ്ഞ മെറ്റീരിയലും 10 വർഷത്തിന് അതിനകത്ത് ഫെയിഡിംഗ് ഒന്നും വരില്ല. പിന്നെ LED ഇതിന്റെ SMB സംഭവം ഉണ്ട്, പവർ സപ്ലൈ. ഇതിനാണ് കംപ്ലൈന്റ് വരുന്നത്, അതൊക്കെ മാറ്റി കൊടുക്കും. അത് ഞങ്ങൾക്ക് മേടിക്കണം, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ഗ്യാരണ്ടി കിട്ടണേണ്. അപ്പൊ പർച്ചേസിന് ഞങ്ങൾക്ക് മാറ്റി കിട്ടേണ്ടത്, അത് മാറ്റി കൊടുക്കും. അത് ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ്? ഇതും ഡൽഹി, ബോംബെ, അവിടെ നിന്ന് വരും, ബാംഗ്ലൂരിൽ നിന്ന് വരും. പിന്നെ കുറച്ചൊക്കെ ഇവിടെ നിന്നും മേടിക്കും. അത്യാവശ്യം ഇവിടെ നിന്നും മേടിക്കും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടും. നമുക്ക് അവിടെ നിന്ന് ബൾക്കായിട്ട് മേടിക്കുമ്പോൾ കുറച്ചും കൂടി ലാഭത്തിൽ കിട്ടും. ഈ സൈൻ ഫാക്ടറിയിലെ ഒരു പ്രത്യേകത എന്താണ്? സൈൻ ഫാക്ടറിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ അർജന്റ് ഒരു കസ്റ്റമർ തന്നെയാണ്. കാലത്തൊന്നും ഡിസൈനും ഇല്ല, ഒന്നുമില്ല കയ്യിൽ. അവർ ഐഡിയ മാത്രമേ ഞങ്ങൾ പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് അന്ന് വൈകിട്ട് ഡെലിവറി ഉണ്ടെന്ന് അന്ന് വൈകിട്ട് തന്നെ ഡെലിവറി കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള മെഷീനറിയും കാര്യങ്ങളും സ്റ്റാഫും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരൊക്കെ ഒരാഴ്ച പറയുമ്പോൾ നമുക്ക് അർജന്റാണെങ്കിൽ നമുക്ക് കാലത്ത് നിന്ന് വൈകിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സർവീസിന്റെ കാര്യത്തിൽ പക്കയാണ്. അതിനുള്ള സ്റ്റാഫും അതിനുള്ള പ്രൊഡക്ഷൻ യൂണിറ്റും എല്ലാം ഉണ്ട് നമുക്ക്. ഓൺ പ്രൊഡക്റ്റ് ആണ്. മറ്റുള്ളവർ പുറത്തുനിന്നൊക്കെ ആശ്രയിക്കുമ്പോൾ എന്റെ എല്ലാം ഓൺ പ്രൊഡക്റ്റ് ആണ്. അന്ന് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ ഡെലിവറി വൈകിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ അത് മറ്റുള്ള കമ്പനിക്കാരും അതിനകത്ത് നിങ്ങളെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ അല്ല, മറ്റുള്ള കമ്പനിക്കാരും വന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനും ചെയ്തു കൊടുക്കും. അതും നമുക്ക് എന്നെ കൂടെ തന്നെ വേറെ ഒരുപാട് മെഷീനൊന്നും ഇല്ലാത്ത ഇവരുണ്ടാവും. അപ്പൊ അവര് വന്ന് ചോദിച്ചാലും ചെയ്തു കൊടുക്കും, ആർക്കും ചെയ്തു കൊടുക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഏതാണ് ഈ പറഞ്ഞ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഓൾ കേരള ലെറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓരോ ഏരിയയിൽ ആൾക്കാർക്ക് മെഷീനറി ഒന്നും ഉണ്ടാവില്ല. അക്കർലിക്കിന്റെയും CNCയുടെയും ചാനൽ ലെറ്റർ. പിന്നെ അവർക്ക് സ്റ്റാഫിനെ വെച്ച് ഡിസൈനർ വെച്ച് സ്റ്റാഫിനെ വെച്ച് ചിലപ്പോൾ മുന്നോട്ട് പോകും. അപ്പൊ അവർക്ക് വീട്ടിലിരുന്നാലും ചെയ്യാൻ പറ്റും. അപ്പൊ അവർ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ കണ്ണൂർ, കാസർഗോഡ്, ഇപ്പൊ തിരുവനന്തപുരം എവിടെ വേണമെങ്കിലും ഞാൻ ഇവിടെ ലെറ്റർ ഉണ്ടാക്കി വൈകിട്ട് ബസ്സിൽ കയറ്റി വിട്ടു കൊടുക്കാം. ചെയ്തു കൊടുക്കാറുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം എന്റെ സൈനേജും ചെയ്യുന്നത്. അതാണ് ഈ ഓൾ കേരള ചെയ്യുന്നത്. അതാണ് ഓൾ കേരള ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പിള്ളേരെയൊക്കെ ഒന്ന് ഇന്നത്തെ കൊണ്ടല്ലോ ഈ ഫീൽഡിലേക്ക് ആക്കണം. പിന്നെ അവര് പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് എനിക്കൊന്നും നല്ല വലിയ സംഭവം തോന്നില്ല. അല്ല, എന്നാലും ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പരിപാടി, നല്ലൊരു പരിപാടി ഉണ്ടെങ്കിൽ. ഇപ്പൊ 2 മക്കള് ബാംഗ്ലൂർ ആണെങ്കിലും ഇത് തന്നെ ഫീൽഡാണ്. ഈ ഫീൽഡ് അത് തന്നെ. മക്കളല്ല, എന്റെ അനിയൻ ആ ഫീൽഡാണ്, അവിടെ തന്നെ ഫീൽഡാണ്. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഫീൽഡാണ്. ജീവിച്ചു പോവാ, മനമരൊക്കെ ജീവിച്ചു പോവാ. പച്ചക്കറി കച്ചവടം പോലെയല്ല, അതേപോലെ ചീഞ്ഞു പോകില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ അത്ര കോമ്പറ്റ് ചെയ്യാൻ വരുമായിരിക്കും ഭാവിയിലേക്ക്. എന്നാലും ഞാൻ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നമുക്ക് നല്ല കസ്റ്റമേഴ്സ്, നല്ല ഡീലിങ്ങും. പിന്നെ എനിക്ക് കുറെ ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ റെഫറൻസ് തന്നെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബോർഡ് ഉണ്ടാക്കി കൊടുത്താൽ അവര് 10 പേര് എടുത്ത് പറയും. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ചായുണ്ട് കണക്ഷൻ. അതും കൂടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മക്കള് 2 പേരും ഇപ്പൊ കൂടെ നിൽക്കണം പറഞ്ഞില്ലേ? കൂടെ ഇപ്പൊ അവർ പഠിക്കണേണ്. എന്നാലും തൽക്കാലം ഇടയിൽ വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണിയൊക്കെ പഠിച്ച് പണിയെന്ന് പറഞ്ഞാൽ മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ച്, അത്യാവശ്യം ഡിസൈനിങ് പഠിച്ച്. വാപ്പ ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി ഫീൽഡിലാണ് വന്നത്. പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി. പിന്നെ ഈ ബോർഡ് ഓടിക്കാതെ ബോർഡും ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഓരോ തട്ടായിട്ട് കയറി വന്നത്. 12 വർഷമായിട്ട് 10 വർഷമായിട്ട് പക്ക ഇതിന്റെ കറതീർത്തിയം പഠിച്ച്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡില് ശരിക്കും പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാൻ പോയി, അവരെ ബോർഡ് ഫിറ്റ് ചെയ്ത് അവരെ വർക്ക് ചെയ്ത് പഠിച്ച്. അപ്പൊ നോക്കിയപ്പോ വലിയ കുഴപ്പമില്ല, അങ്ങനെ നോക്കി ചെയ്തൊരു ഫീൽഡാണിത്. അപ്പൊ ഇതിന്റെ സ്റ്റാഫ് ഇല്ലെങ്കിൽ പോലും എനിക്കൊരു സംഭവം ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. അത് ആരുമില്ലെങ്കിലും ഒറ്റ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഹോട്ടലിലെ മെയിൻ ഭണ്ഡാരി ഇല്ലെങ്കിൽ നമ്മള് ഭണ്ഡാരിയോ അത് തന്നെ. അതാണ് നമ്മളുടെ ഒരു ഇത് തന്നെ. പിന്നെ നമ്മള് ഏത് കസ്റ്റമേഴ്സിനും ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ടൈമിങ് കൊടുക്കും. പറയുകയും ചെയ്യും. അത് തിരക്കാണെങ്കിൽ പറയും, ഇന്ന ദിവസം പറ്റില്ലാന്ന് പറയും. പറഞ്ഞ ടൈമിന് കൊടുക്കുകയും ചെയ്യും. അപ്പം ഈ സ്ഥാപനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്? ഒരു 4-5 കിലോമീറ്റർ. താണിക്കല് കീർത്തി നഗർ റൂട്ടില് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഏകദേശം വഴിയായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ നിയർ ആയിട്ട്.
ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി. ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. 10 വർഷമായി. ഓ ഓക്കെ. അപ്പൊ മറ്റേ ഫാക്ടറി ഇവിടുന്ന് കുറച്ച് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാവുന്ന മെസ്സേജ് എന്താണ്? ഏതൊരു മനുഷ്യനും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ്, അത് എത്ര ബുദ്ധിമുട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിനകത്തൊരു 10 വർഷം കുറച്ച് നിന്നാൽ ആയിരിക്കും രക്ഷപ്പെടാം. അതിനെക്കുറിച്ച് എല്ലാം A to Z പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആയിരിക്കും ഈസിയാണ് ബിസിനസ്. ഏത് ബിസിനസ്സും നമ്മൾ സക്സസ്ഫുൾ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊരു ബിസിനസ്സിനും കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡ് ഇല്ലല്ലോ. ഇല്ല, പച്ചക്കറി ആണെങ്കിലും ഏത് ബിസിനസ്, ഒരു ഓട്ടോ ഓടിക്കുകയാണെങ്കിലും ഒരു ബസ് ഓടിക്കുകയാണെങ്കിലും എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷൻ ഫീൽഡ്, അതായത് ഇപ്പൊ സൈനേജ് ഫാക്ടറിയുടെ കോമ്പറ്റീഷൻ ഫീൽഡില് എത്രത്തോളം എങ്ങനെ അത് മെയിൻ ചെയ്ത് പോകണം? എനിക്ക് അങ്ങനെയല്ല, എനിക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുത്തിട്ട് അതിന്റെ കെയർ ഓഫിലുണ്ട് കുറെ കസ്റ്റമർ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് വർക്ക് വലിയ ബ്ലോക്ക് ഇല്ലാണ്ട് ഉണ്ട്. പിന്നെ ഞാനൊരു ചെറിയ മാർജിനിട്ട് ചെയ്യണത്, ഭയങ്കര വലിയ മാർജിനില്ല.